കേരളത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എൻ.ഡി.എ. കൂടുതൽ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിനും റോഡ് ഷോകൾക്കുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനിയും കേരളത്തിലെത്തുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുമെന്ന വാർത്ത കേരളത്തിലെ ബി.ജെ.പിക്ക് ആവേശം പകരുന്നുണ്ട്. എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായാണ് മോദി വീണ്ടും കേരളത്തിലെത്തുന്നത്. തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനാണ് മോദി വീണ്ടും വരുന്നത്. ഈ മാസം അവസാനമോ ഏപ്രിൽ ആദ്യവാരമോ ആയിരിക്കും മോദിയുടെ സന്ദർശനം. മന്ത്രിമാരായ അമിത് ഷാ, രാജ്നാഥ് സിംഗ് തുടങ്ങിയവരും എത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം പത്തനംതിട്ട, പാലക്കാട് ജില്ലകളിലാണ് പ്രധാനമന്ത്രി പ്രചാരണത്തിന് എത്തിയത്. രണ്ടിടങ്ങളിലും പതിനായിരങ്ങളാണ് പ്രധാനമന്ത്രിയെ കാണാൻ തടിച്ചുകൂടിയിരുന്നത്. പ്രധാനമന്ത്രി വീണ്ടും വരുന്നത് എൻ.ഡി.എയുടെ വിജയസാധ്യത ഇരട്ടിയാക്കുമെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിനുള്ളത്. അടുത്തിടെയായി 5 തവണ പ്രധാനമന്ത്രി കേരളത്തിലെത്തിയിരുന്നു. ഓരോ സന്ദർശനത്തിലും പൊതുജനങ്ങളിൽ നിന്നും വലിയ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. മുൻപ് പാലക്കാട് മോദി സന്ദർശിച്ചിരുന്നു. അന്ന് മേഴ്സി കോളേജിലെ ഹെലിപാഡിലിറങ്ങിയ പ്രധാനമന്ത്രിയെ പ്രകാശ് ജാവദേക്കർ, ബി.ജെ.പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് എൻ. ഹരിദാസ്, പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് 5 വിളക്കിലെത്തിയ മോദി അവിടെ മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിൽ റോഡ് ഷോ നടത്തുകയും ചെയ്തു. ഏകദേശം 50,000 പേർ മോദിയുടെ റോഡ് ഷോയിൽ അണിനിരന്നുവെന്ന് ബി.ജെ.പി ജില്ലാ നേതൃത്വം പറഞ്ഞിരുന്നു. സന്ദർശനത്തിന് മുന്നോടിയായി പാലക്കാട് നഗരത്തിൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ ഫെബ്രുവരി 27-ന് മോദി കേരളത്തിലെത്തിയിരുന്നു. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായി വിലയിരുത്തപ്പെടുന്ന തിരുവനന്തപുരത്തും തൃശൂരിലുമായിരുന്നു മോദി സന്ദർശനം നടത്തിയിരുന്നത്. കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് മോദി തിരുവനന്തപുരത്ത് എത്തിയത്. പ്രധാനമന്ത്രിയുടെ ഈ വരവ് തീർച്ചയായും തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതാണ്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ കളത്തിലിറക്കിയ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ കരുത്തരാണ്. കൂടാതെ മോദി കേരളം സന്ദർശിച്ച് അഭിസംബോധന ചെയ്ത രാഷ്ട്രീയ പ്രശ്നങ്ങളെല്ലാം തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത്തവണ കേരളത്തിൽ ഉൾപ്പെടെ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ പാർട്ടി പദവി തന്നെ CPM-ന് നഷ്ടമാകും. 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 സീറ്റ് നേടിയാൽ CPM-ന് തൽക്കാലത്തെ നിലനിൽപ്പിന് സാധിക്കുന്നതാണ്. മാത്രമല്ല, കേരളമാണ് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സംസ്ഥാനമെന്ന് പറയുന്നത്. മറ്റെല്ലായിടത്തും പാർട്ടി തകർന്നിരിക്കുന്നു. അതുപോലെ UDF-നെ നോക്കുകയാണെങ്കിൽ മുൻ മന്ത്രിമാരുടെ മക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് ബി.ജെ.പിയിൽ ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയുള്ള കൊഴിഞ്ഞുപോക്കും അതുപോലെ കോൺഗ്രസിനുള്ളിലെ നേതാക്കൾക്കിടയിലുള്ള അതൃപ്തിയും പാർട്ടിയെ തളർത്തുന്നുണ്ട്. അണികൾക്കിടയിൽ പോലും അസഹിഷ്ണുത പ്രകടമാണ്. നേതാക്കൾ തമ്മിൽ ഐക്യമില്ലാത്തതും പാർട്ടിയെ തിരഞ്ഞെടുപ്പിൽ ബാധിക്കുന്നതാണ്. ഇങ്ങനെയുള്ള UDF-ന്റെ തകർച്ചയും അതുപോലെ LDF-നെതിരെ ജനങ്ങൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരവും ബി.ജെ.പി ശക്തിപ്പെടുത്തുന്നുണ്ട്. വ്യക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏതു വിധേനയും കേരളത്തിൽ തങ്ങളുടെ ശക്തി തെളിയിക്കുക എന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് മോദി ഓരോ തവണയും കേരളം സന്ദർശിക്കുന്നത്. മറ്റ് 2 രാഷ്ട്രീയ പാർട്ടികളുടെയും തളർച്ച തീർച്ചയായും ബി.ജെ.പിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്.